ഹായ് ഓൾ, ഞാൻ സുഫിയാൻ. കഴിഞ്ഞ ഒരു മാസം മുന്നേ ഞാൻ എൻ്റെ പെർഫ്യൂം കളക്ഷൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അന്ന് വിട്ടുപോയ കുറച്ച് പെർഫ്യൂംസ് ഒക്കെ വെച്ചിട്ട് പിന്നെ പുതിയ ആഡ് ചെയ്ത കുറച്ച് പെർഫ്യൂംസ് ഒക്കെ വെച്ചിട്ട് ഒരു പാർട്ട് 2 വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് us get to that. വെൽക്കം ടു സൂഫി ഫ്രാഗ്രൻസ്. അപ്പോൾ അന്ന് ഫസ്റ്റ് പാർട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ഒരു പെർഫ്യൂംസ് ഒക്കെ എൻ്റെ വർക്ക് പ്ലേസിലായിരുന്നു. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ലെജൻഡറി പെർഫ്യൂമിനെ കുറിച്ചാണ്. ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ EDT. നമ്മുടെ നാട്ടിൽ പെർഫ്യൂമിനെ കുറിച്ച് തീരെ ഒരു ധാരണ ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അവർക്ക് ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു പെർഫ്യൂം നെയിം ആയിരിക്കാം കൂൾ വാട്ടർ. അത്രയും ഫേമസ് ആണ് ഈ ഒരു സാധനം. അത്രത്തോളം ക്ലോണുകളും മാർക്കറ്റിലുണ്ട്. 1988 റിലീസായ ഒരു പെർഫ്യൂമാണിത്. പിയർ ബോർഡൻ എന്ന പെർഫ്യൂമറാണ് ഈ ഒരു പെർഫ്യൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഇതിനു മുന്നേ 1985 ക്രിയേറ്റ് ചെയ്ത ഒരു പെർഫ്യൂമാണ് ക്രീഡിന്റെ ഗ്രീൻ ഐറിഷ് ട്വീഡ്. ആ ഒരു പെർഫ്യൂമുമായിട്ട് കൂൾ വാട്ടറിന് വളരെയധികം സാമ്യമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, രണ്ടിൻ്റെയും പെർഫ്യൂമർ ഒരാൾ തന്നെയാണ്. പുള്ളിയുടെ പിന്നീട് ഇറങ്ങിയ റിലീസുകളിലും നമുക്ക് ഈ ഒരു പാറ്റേൺ കാണാൻ പറ്റും. മോംബ്ലാങ് ഇൻഡിവിജ്വൽ എന്ന പെർഫ്യൂം, അത് ക്രീഡിന്റെ ഒറിജിനൽ സാന്റാൽ എന്ന പെർഫ്യൂമായിട്ട് നല്ല സാമ്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആദ്യം ഇറങ്ങിയത് മോംബ്ലാങ് ഇൻഡിവിജ്വൽ ആണ്. പൈസയും പറയുമ്പോൾ മോംബ്ലാങ് ഇൻഡിവിജ്വലിന് മിക്കവാറും 4000 രൂപയൊക്കെ വരും. അതേ സ്ഥാനത്ത് ക്രീഡിൻ്റെ ഒറിജിനൽ സാന്റാൽ ആണെങ്കിൽ ചിലപ്പോൾ 30,000 35,000 രൂപയൊക്കെ പ്രൈസ് വരും. അപ്പോൾ പുള്ളി ഈ ഒരു പാറ്റേൺ പിന്തുടരുന്ന ആളാണ്. പുള്ളിയുടെ തന്നെ ക്രിയേഷനിൽ ഇൻസ്പയർ ചെയ്തുകൊണ്ട് പിന്നീട് കുറേ ക്രിയേഷൻസ് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു പെർഫ്യൂം ഭയങ്കരമായിട്ട് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ഒരു സെൻ്റാണ്. ഇഷ്ടം പോലെ ചീപ്പ് ക്ലോൺസ് നമ്മുടെ നാട്ടിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നിരുന്നാൽ കൂടെ ഇതിൻ്റെ സ്മെല്ലിൽ എന്തോ ഒരു മാജിക് ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇതൊരു ഫ്രഷ് ഗ്രീൻ അറോമാറ്റിക്, കുറച്ച് ഫുജിയർ, അതായത് ഒരു ബാർബർ ഷോപ്പ് ലൈക്ക് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അക്വാട്ടിക് മറൈൻ ടച്ചുകളൊക്കെ ഉള്ള ഒരു പെർഫ്യൂമാണ്. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിഫ്രഷിങ് ഫീൽ വരുന്ന തരത്തിലുള്ള സെൻ്റാണ്. ഞാൻ പലപ്പോഴും നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നതല്ലാതെ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ ധരിക്കുമ്പോഴാണ് നമ്മളൊരു പെർഫ്യൂമിൻ്റെ ബ്യൂട്ടി ഒന്നുകൂടെ മനസ്സിലാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഈ ഒരു പെർഫ്യൂം അടിച്ച് വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നീ ഏത് പെർഫ്യൂമാണ് വെയർ ചെയ്യുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഇത് എയറിൽ ഭയങ്കര രസമുണ്ടായിരുന്നു സ്മെല്ല്. പക്ഷെ അവൻ വേറെ ചെയ്ത ഈ ഒരു പെർഫ്യൂം ആയിരുന്നു. ചുറ്റിലും നിൽക്കുന്ന എയറിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്മെല്ല് തന്നെയായിരുന്നു. ഇതിന് ഇഷ്ടംപോലെ ഹെയ്റ്റ് കിട്ടുന്നുണ്ട്. സംഗതി എനിക്കറിയാം ഓവർ യൂസ്ഡ് ആണ്. നിങ്ങൾക്ക് 300 രൂപ കൊടുത്താൽ പോലും ഈ ഒരു പെർഫ്യൂം കിട്ടും. ഇതിന് ഇപ്പം ഭയങ്കര പ്രൈസിയാണ് കമ്പാരേറ്റീവ്ലി. പണ്ടത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ഒരു 125 ml വാങ്ങിച്ചത് 4000 ആ റേഞ്ചിൽ, 4500 അതിന് കുറച്ച് താഴേക്ക് ആ റേഞ്ചിലാണ് വാങ്ങിച്ചത്. അപ്പോൾ അതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പിന്നെ പെർഫോമൻസും വെച്ച് നോക്കുമ്പോൾ ശോകമാണ്. പക്ഷേ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ സേഫായിട്ട് വെയർ ചെയ്യാൻ പറ്റും. എനിക്ക് ഓഫീസിൽ AC ആകുമ്പോൾ 5-6 മണിക്കൂറിന് മേലെ എന്ത് തന്നെ ആയാലും ക്ലോസിൽ 8 മണിക്കൂറിന് മേലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ശോകമല്ല. എന്നിരുന്നാലും നിങ്ങൾ ഔട്ട്ഡോർസൊക്കെ പോയിട്ട് ഭയങ്കര പെർഫോമൻസ് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു പെർഫ്യൂം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഓളത്തിന് നമുക്കൊന്നും പറയാനില്ല. ഒരു ലെജൻഡറി പെർഫ്യൂം തന്നെയാണ് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ EDT. അടുത്ത പെർഫ്യൂം ഒരു കാർ കമ്പനിയുടേതാണ്. നിങ്ങൾക്കറിയാം ബെൻസിനൊക്കെ ഇഷ്ടംപോലെ നല്ല അടിപൊളി പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു പെർഫ്യൂമാണ് ബെന്റ്ലി ഫോർ മെൻ ഇന്റൻസ്. ബെന്റ്ലിയുടെ കാർസ് നമ്മുടെ നാട്ടിൽ അധികം കണ്ടുവരാറില്ല, ഉണ്ടാവാറുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് BMW ബെൻസൊക്കെയാണ് ഒന്നുകൂടെ കോമൺ ആയിട്ട് ഇരിക്കുന്ന കാറുകൾ. പക്ഷേ ഈ ഒരു സെന്റ് ഇതിന് 3000-4000 രൂപയുടെ റേഞ്ചിലെ പ്രൈസ് ഉള്ളൂ. പക്ഷേ അടിപൊളി ക്വാളിറ്റി. ഈ ഒരു വിൻ്റർ സീസണിലേക്ക് നല്ല കിഡിലൻ ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ്. പക്ഷേ എല്ലാവരുടെയും ടേസ്റ്റ് ആവാൻ ചാൻസും ഇല്ല. കാരണം ഇതൊരു ബൂസി എലമെന്റ്സ് ഒക്കെ ഉള്ള, കുറച്ചൊരു മെഡിസിനൽ ടച്ചൊക്കെ ഉള്ള തരത്തിലുള്ള പെർഫ്യൂമാണ്. റം നോട്ട്, ലെതർ. അപ്പോൾ ഒരു ഹാർഷ്, എന്താ പറയുക, ഒരു റഗഡ് മസ്കുലിൻ ക്യാരക്ടറിനെ നമുക്ക് മൈൻഡിൽ വരുമ്പോൾ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് സെൻ പ്രൊഫൈലുള്ള പെർഫ്യൂമാണ്. ഇതിൻ്റെ ഓപ്പണിംഗ് സ്മെൽ ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും ജിവോഞ്ചിയുടെ ജെന്റിൽമാൻ റിസർവ് പ്രിവ എന്ന പെർഫ്യൂം ഉണ്ടല്ലോ, അതിനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓർമ്മ വരാറുണ്ട്. അങ്ങനത്തെ ഒക്കെ ഒരു ഓപ്പണിംഗ് ഉള്ള പെർഫ്യൂമാണ്. ആ ഒരു ബൂസി എലമെന്റ്സ് ആയിരിക്കും അങ്ങനത്തെ ഒരു ഫീൽ വരുന്നത്. നല്ല തണുപ്പുള്ള സമയത്ത് ഈ തണുപ്പിനെ കയറി മുറിക്കാൻ പാകത്തിലൊരു വാം ഫീലുള്ള പെർഫ്യൂം ആയിരുന്നത്. അത്യാവശ്യം നല്ല പ്രൊജക്ഷനും ഓഫർ ചെയ്യുന്ന ഒരു പെർഫ്യൂം ആയിരുന്നു. പക്ഷേ പുതിയ ബാച്ചുകളിലൊക്കെ പെർഫോമൻസ് ഒത്തിരി ശോകമാണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും ഒരിക്കലും നിങ്ങൾ ഈ ഒരു പെർഫ്യൂം ബ്ലൈൻഡ് ബൈ ചെയ്യാൻ പാടില്ല. ഒരിക്കലെങ്കിലും പോയിട്ട് ടെസ്റ്റ് ചെയ്തതിനു ശേഷം മാത്രം മേടിക്കുക. പലർക്കും പിടിച്ചോളണം എന്നല്ല അതിൻ്റെ സെൻ പ്രൊഫൈൽ. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണിത് ഈ ഒരു റേഞ്ചിൽ. MRP 6000 രൂപയുടെ മേലൊക്കെ ആയിട്ടുണ്ട്. പണ്ട് അത്രയും പ്രൈസ് ഇല്ലായിരുന്നു. പിന്നെ ബെൽവിഷിലൊക്കെ എപ്പോഴും 3700 രൂപയുടെ റേഞ്ചിൽ മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ബെന്റ്ലി ഫോർ മെൻ ഇന്റൻസ്. അടുത്ത പെർഫ്യൂം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല.
അർമാഫിൻ്റെ ക്ലബിനോ ഇൻഡൻസ് മാൻ ലിമിറ്റഡ് എഡിഷൻ. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഒരാഴ്ച മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കണ്ടു നോക്കാം. അടുത്ത പെർഫ്യൂം ഞാൻ എൻ്റെ സിഗ്നേച്ചർ സെൻ്റ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെർഫ്യൂമാണ്. അറേബ്യൻ ഊദ് എന്ന ബ്രാൻഡ്, ഒരു സൗദി അറേബ്യൻ നീഷ് പെർഫ്യൂം ബ്രാൻഡാണ്. അവരുടെ സുൽത്താനി എന്ന പെർഫ്യൂമാണിത്. ഞാൻ അതിൻ്റെ മുന്നേ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കിഡ്ലൻ വുഡി സെൻ്റായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത്. അടിപൊളി കാടമോ പിന്നെ സാൻഡൽ വുഡൊക്കെ വരുന്ന ഒരു കിഡ്ലൻ സെൻ്റ്. സത്യം പറഞ്ഞാൽ ഒരു എയറി ഫീലുള്ള കാടമോ, ഭയങ്കര ലൈറ്റായിട്ട് ചെറുതായിട്ടുള്ള ഒരു ലൈറ്റ് ഫ്രൂട്ടിനെസ്, സിട്രസ് പോലുള്ള എലമെൻറ്റ്സ് ഉണ്ട് ഓപ്പണിങ്ങിൽ. പക്ഷേ ഈ ഒരു കാടമം പിന്നെ സാൻഡൽ വുഡൊക്കെ മാജിക്കൽ ബ്ലെൻഡ്. എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. സംഭവം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സെൻറ്റ് പ്രൊഫൈൽ ഉള്ളതുകൊണ്ടായിരിക്കാം. നിങ്ങൾ ഈ പ്രാഡ ലോം അല്ലെങ്കിൽ അജ്മൽ ഇവോക് ഗോൾഡ് അങ്ങനത്തെ തരത്തിലുള്ള വളരെ ക്ലീൻ ആയിട്ടുള്ള സെൻറ്റുകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഒരിക്കലെങ്കിലും പറ്റുവാണെങ്കിൽ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു സെൻറ്റ് പ്രൊഫൈൽ ആയിരിക്കും ഇതിൻ്റെ. 50 ml ഏകദേശം 6500 രൂപയുടെ റേഞ്ചിലായിരുന്നു ഇതിന് പ്രൈസ് വന്നത് ഞാൻ വാങ്ങിച്ച സമയത്ത്. 200 ml ഒക്കെ പലപ്പോഴും സെയിൽ ഉണ്ടാകുമ്പോൾ 10,000 രൂപയുടെ താഴെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. UAE ഇവരുടെ സ്റ്റോർ അവൈലബിൾ ആണ്. അവിടെ പോകാൻ പറ്റുവാണെങ്കിൽ ഈ ഒരു പെർഫ്യൂം ട്രൈ ചെയ്ത് നോക്കുക. എന്ത് തന്നാലും നല്ല അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടുള്ള സെൻറ്റ് പ്രൊഫൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് തന്നാലും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് അറേബ്യൻ ഊദിൻ്റെ സുൽത്താനി. അടുത്ത പെർഫ്യൂമാണ് വിക്ടർ ആൻഡ് റോൾഫിൻ്റെ സ്പൈസ് ബോംബ് എക്സ്ട്രീം. വേണം നമുക്കിതിനെ ഹൈപ്പ് ബോംബ് എന്ന് പറയാം, കാരണം അത്രയധികം ഹൈപ്പ് ഈ ഒരു പെർഫ്യൂമിനെ ചുറ്റിപ്പറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഇത് ഒരു കിഡ്ലൻ സ്പൈസി വനില ബേസ്ഡ് സെൻ്റാണ്. നല്ല അടിപൊളി ടൊബാക്കോ, വനില പിന്നെ സിന്നമൺ നോട്ട്സ് ഒക്കെ വരുന്ന ഒരു കിഡ്ലൻ സെൻറ്റ് പ്രൊഫൈൽ. നിങ്ങൾക്ക് എന്താ പറയുക, സ്പൈസി സെൻറ്റുകൾ ഇഷ്ടമാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു സ്പൈസ് ബോംബ് DNA ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ മാൻ ഇൻ ബ്ലാക്ക്, ബുൾഗാരിയുടെ മാൻ ഇൻ ബ്ലാക്ക് ഒക്കെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിലൊരു ഇത്തിരി കൂടെ സ്വീറ്റ്നെസ് ഒക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല കിഡ്ലൻ ഓപ്ഷനാണ് സ്പൈസ് ബോംബ് എക്സ്ട്രീം. കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ഉണ്ട്. പണ്ട് പലരും പറഞ്ഞ പല റിവ്യൂസിലൊന്നും കേട്ടിട്ടുള്ള അത്ര തന്നെ പെർഫോമൻസ് നിങ്ങളിതൊന്നും പ്രതീക്ഷിക്കരുത്. ഒരു ബീസ് മോഡ് എന്നൊന്നും പറയാനൊന്നും പറ്റില്ല, പക്ഷെ തണുപ്പ് കൂടി വരുന്നതനുസരിച്ച് ഇതിൻ്റെ പ്രൊജക്ഷനൊക്കെ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സ്പൈസി പെർഫ്യൂമാണിത്. ഇതിൻ്റെ സ്പൈസ് ബോംബ് EDT എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുമുണ്ട്. അതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ തുടക്കത്തിലൊരു ഡീക്കൻഡ് വെച്ച് ചെയ്തായിരുന്നു എൻ്റെ വീഡിയോസൊക്കെ തുടങ്ങുന്ന സമയത്ത്. ഇത് ഞാൻ ഒന്നുകൂടെ റിവിസിറ്റ് ചെയ്ത് ഒരു വീഡിയോ കൂടെ ഇത് ചെയ്യുന്നതായിരിക്കും. ഈ അടുത്ത് ചെയ്യാം, നമുക്ക് വിൻ്റർ ഒരു സീരീസ് ചെയ്യാം. അപ്പോൾ അതിൽ ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ സ്പൈസ് ബോംബ് എക്സ്ട്രീം. അടുത്ത ആളെക്കുറിച്ച് ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല, കാരണം കഴിഞ്ഞ ആഴ്ചത്തെ റിവ്യൂ ഇതിനെക്കുറിച്ചായിരുന്നു. JPGയുടെ ലബു പാരഡൈസ് ഗാർഡൻ. ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വീക്ക്. അത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. അടുത്ത ആളാണ് അസാറോടെ വാണ്ടഡ് EDT. ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ഫ്രൂട്ടി സ്വീറ്റ് സെൻറ്റ് പ്രൊഫൈൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ്. കുറച്ചുകൂടെ യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ ഒന്നുകൂടെ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യാം. കുറച്ചുകൂടെ പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ വാണ്ടഡ് ബൈ നൈറ്റ് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഇപ്പോൾ ഡിസ്കണ്ടിന്യൂഡ് ആണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ചുകൂടെ ആ ഒരു സ്വീറ്റ് ടോഫി, നമ്മൾ അർമാൻഡിയുടെ സ്ട്രോങ്ങർ വിത്ത് യു ലൈനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ് അസാറോടെ മോസ്റ്റ് വാണ്ടഡ് EDP ഇൻഡൻസ്. ഇത് നിങ്ങൾക്ക് ഭയങ്കര ചൂടൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ സുഖമായിട്ട് പുറത്ത് വെയർ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമാണ്. എന്നിരുന്നാലും ചില സമയത്തൊക്കെ എനിക്കൊരു തലവേദന ഫീൽ വരുന്ന തരത്തിലുള്ള സെൻറ്റ് പ്രൊഫൈൽ ഉള്ളതായതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. നെക്സ്റ്റ് വൺ ഒരു മിനിയാണ്. സെർജോഫ്, നിങ്ങൾക്കറിയാം, ഒരു നീഷ് പെർഫ്യൂം ബ്രാൻഡാണ്. അവരുടെ നിയോ. ഇത് ലൂയി വിത്തോൺ ഇമാജിനേഷൻ എന്ന പെർഫ്യൂമൊക്കെ ഉണ്ട്. അതുപോലെ ഒരു സൂപ്പർ സിട്രസി അങ്ങനത്തെ സെൻറ്റ് പ്രൊഫൈലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ആ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റ് പ്രൊഫൈലുള്ള പെർഫ്യൂമാണ്. ഒരു ഗ്രീൻ ഗ്രാസി നല്ല സൂപ്പർ സിട്രസി സെൻറ്റ് പ്രൊഫൈലുള്ള അടിപൊളി ഒരു പെർഫ്യൂമാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് ആകെ ഒരു 15 ml മിനിയേച്ചറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചായിരുന്നു സെർജോഫിൻ്റെ നിയോ. ഇത് ഒതൻറ്റിക് ആണെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇത് ലൈറ്റൺ എക്സ്ക്ലൂസീവ്, പാർഫംസ് ദ മാർലിയുടെ ലൈറ്റൺ എക്സ്ക്ലൂസീവിൻ്റെ ഒരു ടെസ്റ്ററാണ്. ഞാൻ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഒരു സെയിൽ കണ്ട സമയത്ത് വാങ്ങിച്ചായിരുന്നു. അറൗണ്ട് 6000 രൂപയാണ് ഈ ഒരു 20-30 ml റേഞ്ചിൽ. 23 or 25 ml എങ്ങാണ്ടോ ബാക്കിയുള്ളൂ. അപ്പോൾ അത് ഞാൻ 6000 രൂപയുടെ റേഞ്ചിലാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ ലൈറ്റൻ്റെ ഒറിജിനൽ ലൈറ്റൻ്റെ സാമ്പിൾസ് ഉണ്ട്, അപ്പോൾ കുഞ്ഞു വയലൊക്കെ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാളും ഒന്നുകൂടെ മെച്ചറായിട്ടുള്ള ഒരു DNA. ഇതിൽ എന്താ പറയുക, ഒരു സ്പൈസിനെസ് ഉണ്ട്, പിന്നെ കുറച്ച് വുഡി എലമെൻറ്റ്സ് കൂടുതലുണ്ട് ഇതിൽ. അപ്പോൾ
എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമുള്ളത് ലൈറ്റൺ തന്നെ ആയിരിക്കാം, ഒറിജിനൽ ലൈറ്റൺ തന്നെ ആയിരിക്കാം എൻ്റെ ടേസ്റ്റിന് ഒന്നുകൂടെ ചേരുന്നത്. ചിലപ്പോൾ ഭാവിയിൽ കുറച്ചുകൂടെ സമയമൊക്കെ ആകുമ്പോൾ ഇതാണ് ഒറിജിനൽ ലൈറ്റൺ എക്സ്ക്ലൂസീവ് എങ്കിൽ ചിലപ്പോൾ ഞാൻ ലൈറ്റൺ എക്സ്ക്ലൂസീവ് എടുക്കാൻ മതി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒന്നുകൂടെ താല്പര്യം ഈ ഒരു ഒറിജിനൽ ലൈറ്റണിനോട് തന്നെയാണ്. അടുത്ത പെർഫ്യൂമാണ് നിഷാന എന്ന നീഷ് ബ്രാൻഡിൻ്റെ അനി. ഇത് ഞാൻ ഗ്രേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പെർഫ്യൂമാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒഫീഷ്യൽ സാമ്പിൾ വാങ്ങിച്ചിട്ട് ഒരു ഫുൾ റിവ്യൂ ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സെൻ്റായിരുന്നു. നല്ല കിടിലം പ്രസൻറ്റേഷനാണ്. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു വെൽവെറ്റി സ്ട്രക്ചർ സെറ്റപ്പിലാണ് ഈ ഒരു ബോട്ടിൽ വരുന്നത്. കിടിലൻ ബോട്ടിലാണ് കാണാൻ. ലൈറ്റ് ഗോൾഡൻ കളറിലുള്ള യൂസ് ആണ് ഉള്ളിലിരിക്കുന്നത്. കിടിലൻ നിങ്ങളെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സെൻ്റാണ്. ഒരു ടാർട്ട് ഫ്രൂട്ടിനെസ് ഉണ്ട്. ടാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാളംപുളി അറിയാമല്ലോ, അതിൻ്റെ സെൻറ്റിലൊരു ചെറുതായിട്ട് മധുരവും പുളിപ്പുള്ളൊരു ഫീൽ ഉണ്ടാവാറുണ്ട്. അതാണ് ടാർട്ട്നെസ്. ആ ഒരു ടാർട്ട് ഫീൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലബ് ദി നോയ് ഇൻറ്റൻസ് മാനിൽ ആ ഒരു വാളംപുളി പോലുള്ള ഫീൽ ഉണ്ടാവാറുണ്ട്. ക്ലബ് ദി നോയ് നമ്മൾ ഈ അടുത്ത് സംസാരിച്ച ലിമിറ്റഡ് എഡിഷൻ അല്ലെങ്കിൽ ഇൻറ്റൻസ് മാൻ പ്യുവർ പാർഫം ഒക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടാർട്ട് ഫ്രൂട്ടി ഫീൽ കിട്ടും. ഇതിൽ ബ്ലാക്ക് കറണ്ടിന് നോട്ടുണ്ട്. ആ ഒരു ഫ്രൂട്ടിനെസ് ആണ് ഈ ഒരു ടാർട്ട് ഫീൽ ഇതിന് കൊടുക്കുന്നത്. പിന്നെ ഇതിലെ വനില നോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എൻജോയബിൾ ആണ്. നല്ല കിടിലൻ സെൻ്റാണ്. എന്നിരുന്നാലും ഭയങ്കരമായിട്ടുള്ള ഡെപ്ത് ഒന്നും നിങ്ങൾ ഈ ഒരു പെർഫ്യൂം പ്രതീക്ഷിക്കരുത്. അത്യാവശ്യം ലീനിയർ എന്ന് വേണേൽ വിളിക്കാൻ പറ്റിയ അങ്ങനത്തെ തരത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള സെൻ്റാണിത്. നല്ല പോലെ ലോഞ്ചിവിറ്റി ഉള്ള ഒരു പെർഫ്യൂം കൂടാണ്. കാരണം ഞാൻ ഒരിക്കൽ ഷർട്ട് റൂമിൽ അഴിച്ചിട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വർക്ക് പ്ലേസിലേക്ക് വരുന്നത്. തിരിച്ചു വന്ന ആ ഒരു ഷർട്ട് എടുത്ത് മണപ്പിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കൈമൽ അപ്പോഴും ഇതിൻ്റെ സ്മെല്ല് നിൽക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇത് നല്ലപോലെ ലോഞ്ചിവിറ്റി ഉള്ള ഒരു സെൻ്റാണ്. അപ്പോൾ ഇതൊന്നുകൂടെ ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഔട്ട്ഡോറൊക്കെ കുറച്ചുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എന്തായാലും ഫുൾ റിവ്യൂ ഞാൻ ഈ അടുത്ത് തന്നെ ഇടാം. നിഷാനയുടെ അനി. അടുത്തത് ഞാൻ ഈ അടുത്ത് മേടിച്ചൊരു പെർഫ്യൂമാണ് കാർട്ടിയെ ഡെക്ലറേഷൻ പാർഫം. കാർട്ടിയ ഒരു ജ്വല്ലറി ബ്രാൻഡാണ്. അവർ നല്ല കിടിലൻ വാച്ച് ഉണ്ടാക്കാറുണ്ട്. അത് വെച്ച് ഞാൻ ഈ അടുത്ത് ഒരു റീൽ ചെയ്തായിരുന്നു. ബോട്ടിൽ നോക്കിയാൽ നല്ല കിടിലൻ ബോട്ടിലാണ്. കാർട്ടിയ ഈ ഒരു ഡിക്ലറേഷൻ സീരീസിലുള്ള പെർഫ്യൂംസ് ഒക്കെ തന്നെ ഈ ഒരു ടൈപ്പ് ബോട്ടിലാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള കാർഡമം, ഗുഡി അക്കോഡ്സ്, പിന്നെ ലെതർ, ചെറുതായിട്ടുള്ള റസിനസ് സ്വീറ്റ്നസ് ഒക്കെ വരുന്നൊരു സെൻറ്റ് പ്രൊഫൈലുള്ള അടിപൊളി ഒരു പെർഫ്യൂമാണിത്. ഭയങ്കര ക്ലാസിയാണ്. പക്ഷെ എന്നിരുന്നാലും ഭയങ്കര ഒരു പെർഫോമൻസ് ഉള്ള സെൻറ്റ് പ്രൊഫൈലുള്ള സെൻ്റ് ആയിരിക്കില്ല ഇതെന്നാണ് എൻ്റെ ഒരു ഫീൽ. എനിക്ക് ആദ്യം 1-2 തവണ വേറെ ചെയ്തപ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. നല്ല ക്ലാസി സെൻ്റ് എന്ന് പറയാം. പക്ഷേ നിങ്ങൾ ഒരു 7-8 സ്പ്രേ അല്ല അതിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഓവർവെൽം ചെയ്യുന്ന തരത്തിൽ നമുക്ക് ചെറുതായിട്ട് തലക്കി പിടിക്കുന്ന തരത്തിലുള്ള സെൻ്റ് ആയിരിക്കും. പക്ഷെ ഒരു 5 സ്പ്രേ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻ്റ് ആയിരിക്കും. ഇതിൽ സ്പ്രേ ചെയ്ത സമയത്ത് എനിക്ക് പലപ്പോഴും കുറച്ച് സമയം കഴിയും എനിക്ക് ഒരു തെറേദിയർമ CDTനെ ഓർമ്മ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെൻ്റ് കിട്ടുന്നുണ്ടായി. ഇതിലിരിക്കുന്ന സിഡാർ വുഡിൻ്റെയും വെറ്റിവറിൻ്റെയൊക്കെ പ്രസൻസ് ആയിരിക്കാം അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തന്നത്. എന്നിരുന്നാലും ഇതിലെ ലെതറും ഒക്കെ തന്നെ ആ ഒരു സെൻ പ്രൊഫൈലിന് അതിനെ മാറ്റി കളയുന്നുണ്ട്. അപ്പോൾ നല്ല എൻജോയബിൾ ആയിട്ടുള്ള സെൻ്റാണ്. പക്ഷെ ഒന്ന് പ്രൈസിയാണ്. 100 ml അറൗണ്ട് 13,000 രൂപയുടെ റേഞ്ചിൽ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കാർട്ടിയെ ഡെക്ലറേഷൻ പാർഫം. അടുത്ത് ടോം ഫോർഡിൻ്റെ നോവാർ എക്സ്ട്രീം. ടോം ഫോർഡ് പെർഫ്യൂംസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാൻ മതി നല്ല ക്വാളിറ്റി ഉള്ള പെർഫ്യൂംസാണ്. പക്ഷെ ഭയങ്കര പ്രൈസിയാണ്. ഇതിന് ഇപ്പം 11,000-13,000 റേഞ്ചിൽ പ്രൈസ് ഇരുന്നായിരുന്നു 100 ml. അതിപ്പോൾ പോയി അറൗണ്ട് 17,000-19,000 രൂപയുടെ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് അവന്മാർ ഈ ഒരു 1-1.5 കൊല്ലത്തിനുള്ളിൽ നല്ലപോലെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ നല്ല രസമുള്ള ഒരു സെൻ്റാണ്. കുൽഫി, വെനില, പിന്നെ സാഫ്രൺ, പിന്നെ അതുപോലെ കുറച്ച് സാൻഡൽവുഡിൻ്റെ ഒക്കെ പ്രസൻസുള്ള നല്ല അടിപൊളി സെൻറ്റ് പ്രൊഫൈൽ തന്നെയാണ് ഇതിൻ്റെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതായത് ഒരു ജെന്റിൽമാൻ അല്ലെങ്കിൽ ഒരു മെച്ചർ മാൻ്റെ ഡേറ്റ് നൈറ്റ് സെൻ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. നിങ്ങൾ പല വെനില ബേസ്ഡ് സെൻറ്റുകളും ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ട് ചാൻസ് ഉണ്ടായിരിക്കുക മിക്കവാറും വെർസാച്ചയുടെ റോസ് അല്ലെങ്കിൽ അൾട്രാമെയിൽ ക്ലോണുകൾ അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൊക്കെ വെനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ യങ്ങർ ക്രൗഡ് അപ്രിഷ്യേറ്റ് ചെയ്യുന്ന വെനില ആയിരിക്കും. ഭയങ്കര ലൗഡായിട്ട് ഒരു എന്താ പറയുക ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള സെൻ്റ് ആയിരിക്കില്ല. പക്ഷെ പകരം ഇവിടുത്തെ വെനില പറഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആണ്. ഈ ഒരു സ്വീറ്റ്നെസ്സിന് ഒരു ചെറുതായിട്ടുള്ള എർത്തി ഫീലുണ്ട്. ഭയങ്കരമായിട്ട് എന്താ ലൗഡായിട്ട് നിൽക്കുന്ന ആ ഒരു ചെറുതായിട്ട് സിന്തറ്റിക് ഫീലൊന്നുള്ള അങ്ങനത്തെ ഒരു വെനില അങ്ങനത്തെ ഒരു സ്വീറ്റ്നെസ് ഒന്നും അല്ല ഈ ഒരു പെർഫ്യൂമിലുണ്ട്. പകരം ഇത് ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു മെച്ചർ മാൻ്റെ ഡൈറ്റ് നൈറ്റ് സെൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനത്തെ തരത്തിലുള്ള ഒരു ക്യാരക്ടർ സ്വീറ്റ്നെസ് ഒക്കെ ഉള്ള പെർഫ്യൂമാണ്.
അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഇൻ കേസ് ഓഫ് പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്തായാലും കമൻസിലൊന്ന് ഷെയർ ചെയ്യുക. ഇത് അത്യാവശ്യം പുതിയ ബാച്ച്, 2023 ബാച്ചാണ്. ഞാൻ ഷോപ്പ് പോയ സമയത്ത് അപ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ട് 17,000 ആയിട്ടുണ്ട്. പക്ഷേ ഇത് പഴയ ബോട്ടിലായിരുന്നുകൊണ്ട് അതുമല്ല അപ്പോഴും 15,000 ആയിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചത്. 15,400 അന്ന് പ്രൈസ് വന്നത്. പിന്നെ കുറച്ച് ഓഫറുകൾ, ഒരു പ്ലാറ്റിനം കാർഡൊക്കെ വെച്ചിട്ട് കുറച്ച് ഓഫർ അടിച്ച് മാറ്റിയായിരുന്നു. അടുത്ത പെർഫ്യൂം ഗർലാൻ്റെ ലോം ഇഡിയാൽ EDP. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, കാരണം വരുന്ന വീക്ക് എന്തായാലും ഇതിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗർലാൻ്റെ പെർഫ്യൂംസ് ഒക്കെ തന്നെ നല്ല കിടിലൻ ക്ലാസ് ഉള്ള പെർഫ്യൂംസാണ്. അത് ഇതിലും കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളി ക്ലാസി പെർഫ്യൂമാണ്. പക്ഷേ ഒന്നുകൂടെ മെച്ചുവറായിട്ടുള്ള നോസുള്ള ആൾക്കാരായിരിക്കും ഇതിനൊന്നുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു യങ് ആയിട്ടുള്ള ആൾക്ക് ചിലപ്പം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ കോംപ്ലക്സിറ്റീസ് ഒന്നും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല, ചിലപ്പം എഴുതി തള്ളും. എന്നിരുന്നാലും ഇതെനിക്ക് എന്താ പറയുക, നമ്മൾ വേറെ അനുസരിച്ച് നമ്മളെ ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എന്ന് പറയാൻ, നമ്മളെ മനസ്സിനെ പിടിച്ചടക്കാൻ ആ ഒരു തരത്തിലുള്ള സെൻ്റായിട്ടാണ് ഫീൽ ചെയ്തത്. ഭയങ്കര അത്യാവശ്യം ഡ്രസ്ഡപ്പ് ആയിട്ടുള്ള ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ആയിരിക്കും. നിങ്ങൾ ചുമ്മാ അങ്ങനെ പുറത്തേക്കും അങ്ങനെയൊക്കെ പോകുന്ന തരത്തിൽ അങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമും അല്ല. എന്തായാലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് വീക്ക് ഇതിൻ്റെ റിവ്യൂവിൽ സംസാരിക്കാം. ഗർലാൻ ലോം ഇഡിയാൽ EDP. അടുത്തൊരു മിനിയേച്ചറാണ്. നിർഭാഗ്യവശാൽ ഇതിൻ്റെ ഫുൾ ബോട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ച് ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് മുന്നേ. സ്ട്രോങ്ങർ വിത്ത് യു ടൊബാക്കോ. സ്ട്രോങ്ങർ വിത്ത് യു ലൈനിലെ ഒരു മിഡിൽ ഈസ്റ്റേൺ എക്സ്ക്ലൂസീവ് ആണ് ഈ ഒരു ടൊബാക്കോ. മിഡിൽ ഈസ്റ്റേൺ എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ ആ ഒരു മാർക്കറ്റിലേക്ക് വേണ്ടിയാണ് ഇത് ഇറക്കുന്നത്. UK ഡിസ്കൗണ്ടർ സൈറ്റുകളിലൂടെയൊക്കെ കിട്ടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് ചിലപ്പം മേടിക്കാൻ കിട്ടിക്കൊള്ളുന്നില്ല പുറത്തുള്ള രാജ്യങ്ങളിൽ. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ അവരുടെ സൈറ്റിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. സ്ട്രോങ്ങർ വിത്ത് യു ടൊബാക്കോ, പിന്നെ സ്ട്രോങ്ങർ വിത്ത് യു ഊദ്, സ്ട്രോങ്ങർ വിത്ത് യു ലെതറൊക്കെ ഉണ്ട് തോന്നുന്നു. അതെല്ലാം ഈ ഒരു മിഡിൽ ഈസ്റ്റേൺ എക്സ്ക്ലൂസീവ് ആണ്. ഡോൾച്ചെ ആൻഡ് ഗബാനയുടെ കുറച്ച് മുന്നേ ഇറങ്ങിയ പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. ദ വൺ, ലൂമിനസ് നൈറ്റ്, പിന്നെ മിസ്റ്റീരിയസ് നൈറ്റ്, അങ്ങനെ കുറച്ച് പെർഫ്യൂംസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതെല്ലാം മിഡിൽ ഈസ്റ്റേൺ എക്സ്ക്ലൂസീവ് ആയിരുന്നു. അതുപോലെ വേറെ ഈ അടുത്തിറങ്ങിയത് എറോസ് നാജിം, അത് റിലീസ് ആവുന്ന ഒരു വാർത്ത എവിടെ ഇല്ലായിരുന്നു. പക്ഷേ എറോസ് എനർജിയുടെ കാര്യത്തിലാണെങ്കിൽ, വെർസാച്ചെ എറോസ് എനർജിയുടെ കാര്യത്തിലാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഓൺലൈൻ റിവ്യൂസൊക്കെ തന്നെ ഇത് ഇറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു പെർഫ്യൂം ഇറങ്ങാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എറോസ് നാജിം പെട്ടെന്നൊരു ദിവസം UAE ഏതോ ഡ്യൂട്ടി ഫ്രീയിൽ ഓരോ വീഡിയോ എടുത്തിട്ട് ഇട്ടതായിരുന്നു. അപ്പോൾ അതുപോലെ അങ്ങനെ മിഡിൽ ഈസ്റ്റേൺ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു പെർഫ്യൂമാണ് സ്ട്രോങ്ങർ വിത്ത് യു ടൊബാക്കോ. ഇതിൽ സ്ട്രോങ്ങർ വിത്ത് യു ലൈനിൽ എൻ്റെ സ്ട്രോങ്ങർ വിത്ത് യു അബ്സല്യൂട്ട്ലിയുടെ ഒരു ഡീക്കൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു സിന്നമൺ ടൊബാക്കോയുടെ ഒക്കെ പ്രസൻസ് ഉണ്ട്. എന്നാലും ഏകദേശം ആ ഒരു സ്ട്രോങ്ങർ വിത്ത് യു DNA എപ്പോഴും രണ്ടിലും പ്രസൻ്റ് ആണ് നല്ലപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കമ്പാരിസൺ വീഡിയോ കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. എന്തായാലും നല്ലൊരു പെർഫ്യൂമാണ്. അത്യാവശ്യം നല്ലപോലെ ലോഞ്ചിവിറ്റി ഒക്കെ തന്നെ ക്ലോത്ത്സിലും സ്കിന്നിലും നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പെർഫ്യൂം. ഇതിൻ്റെ ഫുൾ ബോട്ടിൽ വീട്ടിലിരിപ്പുണ്ട്. നമുക്ക് മുഴുവനായിട്ടൊരു റിവ്യൂ ഈ അടുത്ത് തന്നെ ചെയ്യാം. പിന്നെ കുറേ മിനിയേച്ചേഴ്സും വയൽസ്, ഡീക്കൻസ് ഒക്കെയാണ് ഇരിക്കുന്നത്. പ്രാഡ ലോം ഇൻറ്റൻസ്, അതുപോലെ തന്നെ YSL ഒരു കിഡ്ലൻ വിമൻ ഫ്രാഗ്രൻസ് ആണ് YSL ലിബ്രെ ഓഫ് ദ പാർഫം. ഇത് EDP ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് മിനി ഉണ്ട്. അതുപോലെ ജോർജോഫിൻ്റെ നാക്സോസിൻ്റെ സാമ്പിള്, അമോജിൻ്റെ റിഫ്ലക്ഷൻ മാൻ്റെ ഒരു സാമ്പിൾ ഇരിപ്പുണ്ട്. പിന്നെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ നൈസായിട്ട് സവാജ് എലിക്സറിൻ്റെ ഒരു ഡീക്കൻ്റെ ഇരിപ്പുണ്ട്. ഇത് എറോസ് EDT എനിക്ക് വേണ്ടി ഡീക്കൻ്റെ ചെയ്തെടുത്താണ്. ലാത്താനി, അഹമ്മദ് അൽ മഗരിബി എന്ന ബ്രാൻഡിൻ്റെ ലാത്താനി എന്ന് പറഞ്ഞ പെർഫ്യൂം. ഇത് ഗിസ എന്നൊരു ബ്രാൻഡിൻ്റെ ഇമ്പീരിയൽ വാലി എന്നൊരു പെർഫ്യൂമുണ്ട്. അതിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷനാണ്. നല്ല അടിപൊളി പെർഫ്യൂമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും ഈ അടുത്ത് സംസാരിക്കാം. ഗിസേനെ കുറിച്ച് സംസാരിക്കാം. പിന്നെ അത് ലൂയി വിത്തോണിൻ്റെ ഇമാജിനേഷൻ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ഞാൻ ഒരു ക്ലോണിൻ്റെ റിവ്യൂ ചെയ്യാനുണ്ട്. ഒരു ക്ലോണ് ചിലപ്പോൾ ഞാൻ മേടിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് റിവ്യൂ ചെയ്യാം. ഖദ്ലജ് എന്ന ബ്രാൻഡിൻ്റെ കാറസ് ബ്ലൂ സ്പൈസ് എന്നൊരു പെർഫ്യൂമുണ്ട്. അത് ഇതിൻ്റെ ക്ലോണായിട്ടാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്ലോണായിട്ടാണ് അറിയപ്പെടുന്നത്. നമുക്ക് കമ്പയർ ചെയ്തിട്ട് വീഡിയോ ചെയ്യാം. ഇമാജിനേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ടൈം എന്താ പറയുക, എനിക്കും ഒരു ഫുൾ ബോട്ടിൽ മേടിക്കണമെന്ന് ഫീൽ തന്നൊരു പെർഫ്യൂമാണ്. എനിക്ക് ഒന്നുകൂടെ റിവ്യൂ ചെയ്താൽ കൊള്ളാമെന്ന് ഒരു ഫീൽ തന്ന പെർഫ്യൂമും കൂടെയാണ്. അന്നത്തെ റിവ്യൂവിൽ പല കാര്യങ്ങളും ഞാൻ മിസ്സായതുപോലെയും, അതായത് ഇത് വേറെ ഇത് വരുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസസ് മാറിയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പതിയെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ചില പെർഫ്യൂംസ് എൻ്റെ തോട്ട്സ് ചേഞ്ച് ചെയ്ത പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തായാലും പിന്നെ സംസാരിക്കാം. സോ എന്തായാലും ഇത്രയും കണ്ടതിന് താങ്ക് യു.
അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും